ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരം. അപ്പോൾ ഗുരുതരമാണെന്ന് അറിയാമല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? വെയിറ്റ്, ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്കുക, പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? ഒരു ജാള്യം തോന്നില്ല? ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം ബേക്കാനിന് മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രതിഷേധം. അല്ല, ആ ചോദ്യത്തിന് മറുപടിയില ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം. പിന്നെ താൻ എന്തിനാണ് വലിയ വർത്തമാനം പറഞ്ഞത്? ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ, പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. ഈ റഹീം പറയുന്നതിനകത്തേക്ക് അതിനകത്തേക്ക് പൊരുത്തക്കേടെന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്തു. MLA മാർക്ക് KSRTC ബസ്സിനകത്ത് പാസ്സുള്ള കാര്യം അറിയാത്ത ആളാണോ ശ്രീ A റഹീം? അപ്പൊ നമ്മൾ കള്ളം പറയാൻ ശ്രമിക്കുക കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇനി സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.